ഹായ് സോൾസ്. ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഡി എമ്മിൻ്റെ എനർജി നമ്മളിലേക്ക് വന്നത് എങ്ങനെയാണ് മനസ്സിലാവുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാവുക നമ്മുടെ എനർജി അല്ലാത്തൊരു എനർജി നമ്മളിലേക്ക് വന്നു എന്നെങ്ങനെ മനസ്സിലാവുക? ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഒന്നാമത് ഫസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നല്ലൊരു മൂഡിലായിരിക്കും, നല്ലൊരു ഹാപ്പി മൊമെൻറ്റിലായിരിക്കും. നമ്മളുടെ കാര്യത്തിൽ എൻജോയ് ചെയ്ത് ഡിറ്റാച്ച്ഡ് ആയിട്ടൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെന്നില്ലാത്തൊരു വിഷമം പെട്ടെന്ന് വരും, ഇങ്ങനെ ഒരു ഹിറ്റ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഹൃദയത്തിൽ ഭയങ്കര ഹാർട്ട് ചക്ര ഭയങ്കര ഭാരം ഫീൽ ചെയ്യും, ഭയങ്കര ഹെവി ആയിട്ട്. ഇപ്പോൾ നമ്മൾ ഈ മഴ ഇപ്പോൾ പൊടിയുന്നത് പോലെ കാർമേഘം നിൽക്കുന്ന പോലെ അങ്ങനെ ഭയങ്കര ഒരു ഫീലിംഗ് നമുക്ക് വരും. പെട്ടെന്ന് എനർജിയിൽ ഒരു ഷിഫ്റ്റ് വരും, മൂഡ് സ്വിങ്സ്. ഹാപ്പി ആയിരുന്നത് നമ്മൾ പെട്ടെന്ന് സാഡാവും, അല്ലെങ്കിൽ സാഡായിരിക്കുന്ന നമ്മൾ പെട്ടെന്നൊരു വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ മൂഡ് അങ്ങോട്ട് ഷിഫ്റ്റ് ആവണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതൊരു സൈൻ തന്നെയാണ് നമ്മൾ ഡി എംസിൻ്റെ എനർജി വന്നിട്ടുണ്ടെന്ന്. പിന്നെ നമുക്ക് അതുവരെ ഡിറ്റാച്ച്ഡ് ആയ നമുക്ക് ഇവരെ പെട്ടെന്നൊരു മിസ്സിങ് ഫീലിംഗ് വരും. ഇവരെ ചേസ് ചെയ്യണമെന്ന് തോന്നും, ഇവരോട് ജസ്റ്റ് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നും. അങ്ങനെ ഒരു ചേസിങ് മെൻറ്റാലിറ്റി പെട്ടെന്ന് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഡി എംസിൻ്റെ എനർജി വന്നു എന്ന് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നു കൂടുതലും ഹാർട്ടും ക്രൗണിൽ കൂടെയാണ് ഈ ഒരു ഫീലിംഗ് മനസ്സിലാവാൻ തോന്നുന്നു. പെട്ടെന്ന് നമുക്ക് റൈറ്റ് സൈഡ് ഭാഗത്ത് പെയിൻ വരിക, ഹെഡേക്കിലാണെങ്കിൽ റൈറ്റ് തലയുടെ വലത് ഭാഗത്ത് പെട്ടെന്നൊരു പോയിന്റിൽ ഒരു പെയിൻ വരുന്നത് ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ എന്തെങ്കിലും ഒരു ചിലപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കൈ ഇടിക്കുന്ന ചിലപ്പോൾ റൈറ്റ് സൈഡായിരിക്കും ഇടിക്കാൻ. എൻ്റെ കയ്യിൽ എൻ്റെ റൈറ്റ് ഹാൻഡിൻ്റെ നമ്മുടെ പാമല്ല, അതിൻ്റെ ഔട്ടർ സൈഡിൽ ഓൾറെഡി അവിടെ ഒരു പാടുണ്ട്. അത് പണ്ട് ഇങ്ങനെ നമ്മുടെ ഇതുമെന്ന് മുറിഞ്ഞതാണ്. ഓക്കെ, ഞാൻ ഇതുപോലെ തന്നെ വേറെന്തോ ഒരു കേസിൽ അതിൻ്റെ ഇപ്പുറത്തായിട്ട് റൈറ്റ് സൈഡിൽ പെട്ടെന്ന് ഒരു ആവശ്യമില്ലാതെ ഒരു കത്തി വെറുതെ വന്ന് വീണിട്ടത് കുഞ്ഞതായിട്ട് പാട് വന്നപ്പോൾ അത് റൈറ്റ് സൈഡിലാണ് പറ്റിയത്. അന്ന് ഞാൻ ചിന്തിച്ചു, ഇത് റൈറ്റ് സൈഡിൽ എനിക്ക് വരുന്നതൊക്കെ റൈറ്റ് സൈഡിലായിട്ടാണ് ഫീൽ. ലെഫ്റ്റിലൊന്നും പ്രത്യേകിച്ചൊന്നും കാണാനില്ല, റൈറ്റ് സൈഡിലാണ് പ്രത്യേകിച്ച് വരിക. അപ്പോൾ എനിക്ക് മനസ്സിലാവാറ്, എനിക്ക് ഈ ജേണിയിലായതുകൊണ്ട് മനസ്സിലാവാറ് ഐ മീൻ ദിസ് ട്വിൻ ഫ്ലെയിം ജേണി. അപ്പോൾ റൈറ്റ് സൈഡ് മാസ്കുലിൻ സൈഡാണ്, ലെഫ്റ്റ് സൈഡാണ് ഫെമിനിൻ എനർജിയാണെന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ മാസ്കുലിൻ എനർജി അല്ലെങ്കിൽ എൻ്റെ മാസ്കുലിൻ എനർജിക്കോ അല്ലെങ്കിൽ എൻ്റെ ഡി എമ്മിൻ്റെ എനർജിയിലോ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ ഒരു നിമിത്തമായിട്ടാണ് നമുക്ക് വരുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു വീഡിയോ വന്നു, ഒരു ട്വിൻ ഫ്ലെയിമിനെ കുറിച്ചിട്ട്. അതിൽ ഇങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നതും എൻ്റെ ഇൻഡ്യൂഷനിൽ വന്നതും ഡി എമ്മിൻ്റെ സൈഡിൽ എന്തോ സംതിങ് ഹാപ്പൺ എന്നാണ്. അപ്പോൾ അതിൽ കമൻറ്റ് വന്നത് ഇങ്ങനെയായിരുന്നു, ചിലപ്പോൾ നിങ്ങളുടെ ഡി എം ആൻഡ് കാർമിക് തമ്മിൽ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. കട്ട്, ഒരു മുറിവാണല്ലോ വന്നത്. മുറിവ് എന്ന് പറഞ്ഞാൽ എന്തൊരു മുറിവ്, ഒരു കട്ടാണ്. ദാറ്റ് മീൻസ് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതൊരു കൺഫർമേഷന് അങ്ങനെ എനിക്ക് റിപ്ലൈ വന്നു ചെയ്തു. അപ്പോൾ എനിക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ, റൈറ്റ് സൈഡിൽ ഒരു കട്ട് വന്നത്. പിന്നീടുള്ള ഡി എമ്മിൻ്റെ കോൺവെർസേഷനിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അവർ ഓപ്പൺ ആയിട്ടൊന്നും പറയില്ലല്ലോ തേർഡ് പാർട്ടീനെ കുറിച്ചിട്ട്. നമ്മളും ചോദിച്ചാലൊന്നും പറയില്ല, അപ്പോൾ ഞാനങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ ഇൻഡയറക്റ്റായിട്ട് അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്ന് ക്ലിക്കായി, ഓക്കെ സംതിങ് അതായിരിക്കാം എൻ്റെ ആ ഒരു ഇത്. അതുപോലെ ഡി എമ്മിൻ്റെ എനർജി കൂടുതലായിട്ട് വരുമ്പോൾ ഡ്രീംസിലൊക്കെ അവർ നിറയെ വരുന്നുണ്ടായിരിക്കും, അവരെന്തെങ്കിലുമൊക്കെ കൺവേ ചെയ്യുന്നുണ്ടായിരിക്കും. എൻ്റെ ഒരു കേസിൽ എൻ്റെ ഡി എം ഇപ്പോൾ റീസെൻ്റ്ലി ഹെൽത്ത് ഇഷ്യൂ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആൾക്ക് ലെഫ്റ്റ് സൈഡ് ഹാൻഡിന് എന്തുവാണ് പ്രശ്നം എന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം മുന്നേ ഈ ഒരു സംഭവം പറയാനൊക്കെ 2 ദിവസം മുന്നേ എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ ഡി എം ഇരുന്ന് കരയുന്ന സ്വപ്നം കണ്ടു ഞാൻ. അപ്പോൾ എനിക്ക് തോന്നി സംതിങ് ഹാപ്പൺ. പക്ഷെ ഞാൻ എൻ്റെ മൈൻഡിൽ ഓൾറെഡി സെറ്റ് ചെയ്തു, വിൽ നോട്ട് കോണ്ടാക്ട്, ഞാനായിട്ട് ഇനി കോണ്ടാക്റ്റിനും പോവില്ല, എൻ്റെ ലൈഫിൽ എങ്ങനെയാണോ ലെറ്റ് ഇറ്റ് ബി എന്നൊരു എനർജി വന്നു എനിക്ക്. പക്ഷേ എനിക്ക് 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ കോണ്ടാക്റ്റ് വന്നപ്പോൾ എന്നുമില്ലാത്ത എൻ്റെ ഡി എം, പണ്ട് നമ്മൾ എല്ലാം ഷെയർ ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ അറിയുന്ന സ്ട്രേഞ്ചേഴ്സാണല്ലോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു എനിക്ക് ഐ ഹാഡ് എ ഹെൽത്ത് ഇഷ്യൂ അങ്ങനെ. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ എനർജി എനിക്ക് സ്വപ്നത്തിൽ വന്നതും ഡി എം കറിയുന്നതായിട്ടും വിഷമിക്കുന്നതായിട്ടാണ്. അതുമാത്രമല്ല ആ ഒരു രാത്രി
സ്വപ്നം കണ്ട രാത്രി പെട്ടെന്ന് എനിക്കൊരു പർജിങ് വന്നു. പർജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്ക് പൊട്ടിക്കറിയുന്നൊരു പെയിൻ വന്നു. നമ്മൾക്ക് എന്തോ ഒരു വിഷമം വരുന്ന പോലെ ഫീൽ ചെയ്തു. എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ നല്ല സുഖത്തിൽ ഉറങ്ങുമായിരുന്നു. ഒരു ഭയങ്കര പെയിൻ വന്നതിന് ശേഷം പിന്നെ എൻ്റെ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ സ്ലീപ്പിനെ അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സ്ലീപ്പ് സൈക്കിൾ പിന്നെയും ചേഞ്ച് ആയി. എൻ്റെ കറൻ്റ്ലി ഇപ്പോൾ ഞാൻ നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്, നല്ല ലേറ്റായിട്ടാണ് എണീക്കുന്നത്. അങ്ങനെ മുന്നേ ഇങ്ങനെ വന്നിരുന്നു, പിന്നെ അത് ഓക്കെ ആയതാണ്. അപ്പോൾ ഇതും ഒരു DM അവേക്കണിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് അവർ കൂടുതൽ പെയിൻ അനുഭവിക്കുമ്പോൾ നമ്മുടെ എനർജി വലിച്ചു കൊണ്ടുപോകണം. അവരുടെ എനർജി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനർജി അവർ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയാണല്ലോ, ടാങ്ക് ഫില്ല് ചെയ്യുന്ന പോലെയാണല്ലോ. അവരുടെ എനർജി പോകുമ്പോൾ നമ്മളിൽ നിന്ന് സബ് കോൺഷ്യസ്ലി 5Dയിലൊക്കെ നമ്മുടെ എനർജി പോകുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ടെൻഷനോ വിഷമോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരും. എനിക്ക് അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് പക്ഷേ നമ്മൾ ടെൻഷനിലോ വിഷമത്തിലോ ഇരിക്കുമ്പോൾ അവരുടെ എനർജി ഇങ്ങോട്ട് വലിക്കുന്നുണ്ട്. അങ്ങനെ ഒരു റിയൽ ട്വിൻ ഫ്ലെയിംസിലാണെങ്കിൽ അങ്ങനെ എനർജി എക്സ്ചേഞ്ച് ഉണ്ട്. ബിക്കോസ് ഒരു സോള് പോയിട്ട് അടുത്ത വേറൊരു ബോഡി എടുത്തിട്ട് രൂപം കൊണ്ടതാണല്ലോ നമ്മുടെ പകുതി. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമുക്ക് എങ്ങനെയാണ് അവരുടെ എനർജി ഫീൽ ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, പെട്ടെന്ന് സഡനായിട്ട് വരുന്ന ചേഞ്ചസ് ആണ്. നമുക്ക് പെട്ടെന്ന് വിഷമം വരും, പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം ഒരു വലിയ ഫാക്ടർ. പെട്ടെന്ന് നമുക്ക്, ഞാനിപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ ദേഷ്യം വരാറില്ല, കാരണം എനിക്ക് ട്രിഗറാണെന്ന് ഉറച്ചു. പക്ഷേ ഇപ്പോൾ ഇന്നലെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്തിപ്പോൾ പെട്ടെന്ന് ഞാൻ പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിലും ഹീൽ ചെയ്യാനുള്ള പോർഷൻ ഉണ്ടായിരിക്കും, പ്ലസ് ഇത് വന്നത് അവിടെ നിന്നാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, പെട്ടെന്ന് ദേഷ്യം. അപ്പോൾ തന്നെ നമുക്ക് തലയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ദിസ് ഇസ് എ ട്രിഗർ, എന്തിനാണ് ഇപ്പോൾ ഇതാക്കിയത്. അപ്പോൾ തന്നെ ഞാൻ സോൾ കോൺട്രാക്ട് വേഗം എന്താ പറയുക ക്ലോസ് ചെയ്തു. ഞാനത് സെറ്റിൽമെൻറ്റ് ചെയ്തു, ഫോർഗീവ് ചെയ്തൊക്കെ ചെയ്തു ഞാൻ. പക്ഷേ എനിക്കത് മനസ്സിലായി, പെട്ടെന്ന് ദേഷ്യം, പെട്ടെന്ന് വിഷമം എല്ലാം പെട്ടെന്നൊരു സെക്കൻഡിൽ വരുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ എനർജി ആയിരിക്കില്ല, അത് അവരുടെ ആയിരിക്കും. അങ്ങനെയാണ് അവരുടെ എനർജി ഫീൽ ചെയ്യുക. പിന്നെ അവരുടെ എനർജി വന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് അവരുടെ പ്രസൻസ്, ആ സോൾ വന്ന് പോകുന്നതും, പെർഫ്യൂമിൻ്റെ സ്മെല്ല്, എനിക്ക് അങ്ങനെയൊക്കെ വരാറുണ്ട്. എന്തെങ്കിലും കേൾക്കുമ്പോൾ കിളി പോയതാണെന്നൊക്കെ തോന്നും. പക്ഷേ സത്യത്തിൽ ഈ ജേണിയിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ പല പല കാര്യങ്ങൾ. ചിലപ്പോൾ ഈ സ്പിരിച്വൽ ജേണിയിൽ പോകാത്ത ഒരാളോട് പറഞ്ഞവർ വിചാരിക്കും കാര്യമായിട്ട് ഒന്ന് പറ്റിയിട്ട് 2-3 കൊല്ലമായിട്ട് വിചാരിക്കും. പക്ഷെ അല്ല, ഈ ഒരു ജേണി വന്നവർക്കറിയാം നമുക്ക് അവരുടെ സ്മെല്ല് വരും, അവരുടെ സോളിൽ പെട്ടെന്ന് ഇങ്ങനെ പോണ് കാണാം. അതവർ മരിച്ചു എന്നല്ല, ചിലപ്പോൾ അവർ റെസ്റ്റ് ചെയ്യായിരിക്കാം. അപ്പോൾ അവർ സോള് പുറത്തേക്ക് ഇറങ്ങുമല്ലോ. 5Dയിൽ നമ്മൾ മാരീഡാണ് ട്വിൻ ഫ്ലെയിമിനായിട്ട്, 3Dയിലാണ് ഇതൊന്നും നടക്കാത്തത്, ടൈം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് എൻ്റെ ഒരു അറിവിൽ അവരുടെ എനർജി ഫീൽ ചെയ്യുന്നത്. എസ്പെഷ്യലി നമുക്ക് പെയിനാണ്, പെട്ടെന്ന് ഭയങ്കര ഹാർട്ട് ചക്രയിൽ ഇങ്ങനെ ഭയങ്കര കല്ല് പോലെ ഭയങ്കര ഭാരമായിരിക്കും. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കംപ്ലീറ്റ്ലി നല്ലൊരു ഫ്രഷ് എയറിൽ പോയിരുന്നിട്ട് ഈ ഒരു എനർജീസ് റിലീസ് ചെയ്യുക. എന്നിട്ട് പറയാം എൻ്റെ ട്വിൻ ഫ്ലെയിം, അല്ലെങ്കിൽ എന്താണ് പേര് പറയാം, ഞാൻ നിൻ്റെ എനർജി ഇപ്പം ഞാൻ സ്വീകരിക്കുന്നു, പക്ഷേ എനിക്ക് ഇത്രയും ഹെവി എനർജി എന്നിലേക്ക് മീൻസ് തരണ്ട്, ഞാനത് ക്യാൻസൽ ചെയ്ത് കളയും. എന്നിട്ട് അവർക്ക് നല്ലൊരു അൺകണ്ടീഷണൽ ലോ, പീസും ഹാപ്പിനെസ്സും ഞാൻ നിന്നിലേക്ക് ഞാൻ സെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് നല്ല എനർജീസ് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ എനർജി ക്യാൻസൽ ചെയ്യാം, പക്ഷേ ക്യാൻസൽ ചെയ്താലും ചിലത് വന്ന് പോകുമെന്നാണ് തോന്നുന്നത്. നല്ല ഹെവി വരുമ്പോൾ ക്യാൻസൽ ചെയ്താലും അത് പോകുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു ട്വിൻ ഫ്ലെയിം ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത് ഒക്കെ തലതിരിഞ്ഞിട്ടൊക്കെയാണ് വരിക. ബാക്കിയെല്ലാം നമുക്ക് കോഡ് കട്ടൊക്കെ ചെയ്ത് പോകാം. പക്ഷെ ഇവരെ കോഡ് കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളെങ്ങനെ കോഡ് കട്ട് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ട്വിൻ ഫ്ലെയിമിലൊരു എക്സെപ്ഷൻസ് ഉണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു എനർജി ആണെന്ന് മനസ്സിലാക്കാറ്. റൈറ്റ് സൈഡിലേക്കാണ് നല്ല ഇടി കിട്ടുക. വെറുതെ നടക്കുമ്പോൾ റൈറ്റ് സൈഡ് കയ്യോ കാലൊക്കെ പോയി തട്ടും, ബ്ലഡ് വരും. അപ്പോൾ എനിക്ക് മനസ്സിലാവും സംതിങ് അവിടെ എന്തോ മുറിവല്ലെങ്കിൽ എന്തെങ്കിലും ഫൈറ്റോ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ എന്തെങ്കിലും അവരുടെ പെയിൻ ഉണ്ട്. ആ പെയിൻ അറിയിക്കുന്നതായിരിക്കും ബ്ലഡ് വരുന്നതൊക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്കും അതുപോലെ എന്തെങ്കിലും മുറിവ് പറ്റുമോ, എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് നമുക്ക്, കാരണം നമ്മൾ കോണ്ടാക്റ്റ് സൈലൻറ്റ് മോഡാകുമ്പോൾ നമുക്ക് ഇവർക്ക് എന്താ നടക്കുന്നത് അവർ പറയില്ലല്ലോ. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു കൈൻഡ് ഓഫ് സൈനുകളാണത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ DM-ൻ്റെ എനർജി അല്ലെങ്കിൽ DM വരുന്നു, മെസ്സേജ് വരുന്നു എന്ന് മനസ്സിലാക്കുന്ന കുറച്ച് സൈൻസ് 10, 10, 12, 12, 11 നമ്പേഴ്സ് റിപ്പീറ്റഡായിട്ട് കാണിക്കും. അതുപോലെ തന്നെ മൂങ്ങ, എനിക്കറിയില്ല, ഞാൻ എൻ്റെ വീട് മാറി ഇവിടേക്ക് വന്നപ്പോഴും ഇപ്പോൾ കുഞ്ഞു മൂങ്ങക്കുട്ടി കരയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു, എനിക്ക് മൂങ്ങയുടെ ആ ഒരു പ്രസൻസ് വരുമ്പോൾ ആ ഒരു മെസ്സേജസ് വരുന്നു എന്നാണ് എനിക്ക് അങ്ങനെ വരാറ്. സെപ്പറേറ്റ് സമയത്തും അങ്ങനെയായിരുന്നു.
അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആയിക്കോട്ടെ മെസ്സേജ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എവിടെ പോയാലും യൂണിവേഴ്സ് സൈനായിട്ട് കൊണ്ടുവരുന്നു. കൈൻഡ് ഓഫ് ഈ ഒരു ജേണി സത്യത്തിൽ ഞാൻ യൂണിവേഴ്സിനോട് ഒരുപാട് നന്ദി പറയുന്നു. കാരണം എനിക്ക് എന്നെ കണ്ടുപിടിക്കാൻ ഇങ്ങനെയൊക്കെ സ്പിരിച്വലായിട്ടുള്ള കുറേ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്തതിന് വളരെ യൂണിവേഴ്സിനോട് നന്ദിയുണ്ട്. പ്ലസ് ഇപ്പോൾ കണ്ടില്ല, ഇപ്പോഴത്തെ ഇലക്ഷനൊക്കെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരുന്നത്, അതൊരു സ്പിരിച്വൽ അവേക്കണിങ്. ബിക്കോസ് ഞാനൊരു പാർട്ടിയും അല്ല, പക്ഷേ എനിക്ക് എൻ്റെ ഇൻറ്റ്യൂഷനിൽ എനിക്ക് ഫീൽ ചെയ്ത് ഞാനിവിടെ അമ്മോട് പറഞ്ഞു ഈ ഒരു പാർട്ടി ആയിരിക്കും അല്ലെങ്കിൽ ഇവരായിരിക്കും ജയിക്കാൻ ചാൻസ്. അപ്പം അമ്മ പറഞ്ഞു ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് നടന്നില്ല. ബിക്കോസ് എനിക്ക് ഫീൽ ചെയ്തു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ ഒരു നല്ലൊരു ഘട്ടമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മിക്ക ആൾക്കാരും സ്പിരിച്വലി അവേക്കണിങ്, ബിക്കോസ് അവർ അങ്ങനത്തെ കുറച്ച് സ്പിരിച്വലി കാര്യങ്ങളും ഹെൽപ്പിങ്ങും ഒക്കെ വരുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൻ്റെയും ഒരു ഭാഗം സത്യയുഗത്തിലേക്ക് പോകുന്നു എന്നാണ്. കാരണം ഞാൻ പറഞ്ഞു എന്നറിയില്ല വീഡിയോയിൽ, നമ്മുടെ പ്രസിഡൻറ്റ് മുർമു ബ്രഹ്മകുമാരിയാണ്. മോദിക്കാണെങ്കിൽ പോലും നല്ല രീതിയിൽ നോ തോട്ടും മെഡിറ്റേഷൻസൊക്കെ ചെയ്യുന്നതാണ്. അവർക്ക് ആ വിഷൻ ഉണ്ട്. ഗീത ഇങ്ങനത്തെയൊക്കെ വായിക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. മെഡിറ്റേഷൻസൊക്കെ നന്നായി ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂണിവേഴ്സ് ഭൂമിയിലേക്ക് ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ ഇൻഫോർമേഷൻസ് കൊടുക്കും. അപ്പോൾ ഇവിടെയും ഈ ആ ഒരു പാർട്ടി വരുമ്പോൾ ആ ഒരു ഇൻഫോർമേഷൻസ് പറയാനും ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനൊരു പാർട്ടിയും പൊളിറ്റിക്സിനോട് ഒരു താല്പര്യമില്ല. ആരാണോ നല്ല രീതിയിൽ റൂൾ ചെയ്യുന്നത് അവരെ ആണ് ഞാൻ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് പാർട്ടി അങ്ങനെയൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ സ്പിരിച്വൽ അവേക്കണിങ്ങിന് ഡീപ്പായിട്ട് നടക്കുന്ന സമയമാണ്. അതിനു വേണ്ടി യൂണിവേഴ്സും നമ്മളെ ഹെൽപ്പ് ചെയ്യും പല ഫോമിലും പല രീതിയിലും. ഓക്കെ, സോ ഈ ഒരു ജേണി കിട്ടിയവർ ഹാപ്പി ആവുക. മാക്സിമം ഓരോ സെക്കൻഡും നമ്മൾ ഇമ്പ്രൂവ് ആവാൻ നോക്കുക. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ എന്നെ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യുന്നു. എനിക്കും കുറേ പഠിക്കാനുണ്ടായിരിക്കും. ഞാനും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കറക്റ്റ് ചെയ്യുന്നു. തെറ്റ് പറ്റുമ്പോൾ ഞാൻ തന്നെ ഇരുന്ന് അനലൈസ് ചെയ്ത്, ഞാൻ തന്നെ എൻ്റെ ടീച്ചർ, ഞാൻ തന്നെയാണ് ഞാൻ ചീത്ത പറയുകയും ചെയ്യും, ഞാൻ എന്നെ കറക്റ്റ് ചെയ്യുകയും ചെയ്യും, ഒക്കെ ചെയ്യും. അത് തെറ്റിൽ നിന്നാണ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ മാക്സിമം പറയുന്നത് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ കോഡിപ്പെൻഡൻസി എന്ന സംഭവം കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായി ഡിസിഷൻ എടുക്കാൻ പഠിക്കുക. തെറ്റ് പറ്റിക്കോട്ടെ, തെറ്റിൽ നിന്നാണ് നമ്മൾ പഠിക്കുക. നമ്മൾ ചെറുതിൽ വീണിട്ടാണ് നിൽക്കാൻ പഠിക്കുക അല്ലേ. അല്ലാതൊരു കുട്ടി അപ്പം തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കും ഇല്ല. വീണ് പിന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ നമ്മളും വീണ്ടും തെറ്റിൽ നിന്ന് പഠിക്കും. യൂണിവേഴ്സിനെ എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ അവർ ഗൈഡൻസസ് ആയിട്ട് വരും. നമ്മളത് കോൺടാക്ട് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഇൻഫോർമേഷൻസ് കിട്ടാതെ. സബ് കോൺഷ്യസ് മൈൻഡ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ജസ്റ്റ് ഇതാണ്, ഇത് ചെയ്യൂ, ഇത് തെറ്റാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കേൾക്കാതെ ആകുമ്പോൾ അവരവിടെ സ്റ്റില്ലായിട്ട് പോകും. പിന്നെ എളുപ്പമല്ല പിന്നെ അവർ പറയുന്നത് കേൾക്കാൻ. അപ്പോൾ കുറേ പേർക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ഗട്ടിന് ഫീലിംഗ് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ബിക്കോസ് നിങ്ങളുടെ ഓരോ ആക്ഷനിൽ കൊണ്ട് നിങ്ങളുടെ ഗട്ട് കംപ്ലീറ്റ്ലി റെസ്റ്റിംഗ് പീരീഡിലായിരിക്കണം. അതുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് ഒന്നും പറയാതിരിക്കുന്നുണ്ട്. കാരണം തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ പിന്നെ അവരൊന്നും പറയില്ല, അവർ പറഞ്ഞത് കേൾക്കുന്നില്ല. അപ്പോൾ അവർ സൈലൻറ്റ് മോഡായിട്ട് നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ് പിന്നെ വരിക. കോൺഷ്യസ് മൈൻഡ് കൂടുതൽ തിന്മയിലേക്കാണ് കൊണ്ടുപോവുക. ഈ ഒരു ബുക്കിൽ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഈ ബുക്ക് വായിച്ചപ്പോൾ കൂടുതൽ വിസ്ഡം കിട്ടിയ പോലെയാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എൻ്റെ പെയ്ഡ് പ്രമോഷനൊന്നുമല്ല. എനിക്കിതിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് എന്താ ബെനിഫിറ്റ് ഇല്ല. പക്ഷെ ഓരോരുത്തരുടെ ലൈഫിൽ വെളിച്ചമാകുക, അല്ലെങ്കിൽ അവർക്ക് ഒരു ലൈറ്റ്, അല്ലെങ്കിൽ അവർക്ക് തന്നെ അവരെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ നമുക്ക് അറിഞ്ഞത് പറയാം. അതിനാണ് ഞാൻ ഈ ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അല്ലാതെ എൻ്റെ ഇൻകം ഒന്നും പ്രതീക്ഷിച്ചിട്ടോ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയണ്ടായിരുന്നില്ല. എങ്ങനെ ചെയ്യണമെന്നും ഒക്കെ യൂണിവേഴ്സാണ് എനിക്ക് ഓരോന്ന് മോണിറ്റൈസേഷൻ വരെ എത്തിച്ചെന്നത് യൂണിവേഴ്സാണ്. അത് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആരോട് ചോദിക്കാനാണെങ്കിൽ അറിയുന്നവരാരും യൂട്യൂബിലുള്ളവരുമില്ല. ഉള്ളവരാണെങ്കിൽ മോണിറ്റൈസേഷൻ ആയിട്ടുമില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ ഈ ഒരു ജോലി വന്നപ്പോൾ ഭയങ്കരമായിട്ട് കുറേ ഈ ഇങ്ങനത്തെ ഡൗൺലോഡ്സ് വരുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ കുറേ പേര് ഓരോ വിഷമത്തിൽ കടന്നു പോകും. ഞാനും അതിലൂടെ കടന്നു പോയിട്ട് ഞാൻ പക്ഷേ ഒരു അഡിക്ഷനിലേക്ക് പോയിട്ടില്ല. ഞാൻ നേരെ മുറുകെ പിടിച്ചത് യൂണിവേഴ്സിറ്റി കൈകളെല്ലാം മുറുകെ പിടിച്ചത്. എന്നെ നോക്കിക്കോളൂ, എനിക്ക് വേറെ ആരുമില്ല, എനിക്ക് വേണ്ട സമയത്ത് എൻ്റെ ഗൈഡൻസ് തന്നോളൂ എന്ന് പറഞ്ഞിട്ട് മുറുകെ പിടിച്ചത് എൻ്റെ യൂണിവേഴ്സിനാണ്. യൂണിവേഴ്സ് ആ പിടി വിട്ടിട്ടില്ല. എനിക്ക് കൂടുതലായിട്ടുള്ള സൈക്കിക്കായിട്ടും ഓരോ ഇൻഫോർമേഷൻസും കാര്യങ്ങൾ തന്നിരുന്നു. സ്വപ്നങ്ങളിലൂടെയാണ് എനിക്ക് കൂടുതലും കിട്ടാറ് കേട്ടോ. സ്വപ്നത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്വപ്നം മേ ബി തേർഡ് ഐ ഓപ്പൺ ആയതുകൊണ്ടായിരിക്കാം. അറിഞ്ഞു ചെറുതിലും ഉണ്ട് എനിക്ക് ഇൻറ്റ്യൂഷൻ പവർ ഉണ്ട്. അതൊക്കെ നമുക്ക് ഡിവൈനായിട്ട് വരുന്നവർക്ക് ചെറുതിലേ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്പാർക്ക് ഉണ്ടായിരിക്കും. അത് നമ്മൾ കൂട്ടി വരണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ചാനലിങ് തുടങ്ങിയതും പറയുന്നതും. ചിലപ്പോൾ എല്ലാം എനിക്കറിയണമെന്നില്ല, പക്ഷെ അറിയുന്ന കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ എന്തായാലും ഒരു കാൻഡിൽ പോലെ
വെളിച്ചം തരുന്നതായിരിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം പറഞ്ഞതുപോലെ ചെയ്യുന്നവരുടെ ലൈഫിൽ വ്യത്യാസം വന്നിട്ട് അവരെനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. ഇന്നർ പീസ് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല സമാധാനമുണ്ട്, മുന്നേ ഉണ്ടായിരുന്ന പോലെയല്ല, നല്ലൊരു ജീവിക്കണമെന്നൊരു പ്രേരണ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് സത്യത്തിൽ യൂണിവേഴ്സ് തരുന്ന ഇൻഫോർമേഷൻസ് ഞാൻ പാസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കൈൻഡ്ലി നിങ്ങൾ എനിക്ക് ഫീൽ ചെയ്ത അതായിട്ടുള്ള എക്സ്പീരിയൻസസാണ് ഞാൻ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഇങ്ങനെയായിട്ട് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്കിത് അങ്ങനെയെല്ലാം തോന്നുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നെഗറ്റീവായിട്ട് കമൻ്റ് ഒന്നും നിങ്ങൾ ഇടരുത്. പറഞ്ഞ പോലെ അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഇതിങ്ങനെ ഇൻഫോർമേഷൻ വല്ല പോകും. അപ്പോൾ അതും ഒരു കർമ്മ ക്രിയേറ്റ് ചെയ്യരുത്. അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഇനി സ്പിരിച്വലി പോകുന്ന ആൾക്കാർ കർമ്മ ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് കർമ്മ എന്താണെന്നതിന് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. നമുക്കത് അറിയാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസിലും കുറേ കർമ്മേനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് കൊണ്ട് എന്താണ് കർമ്മ, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കർമ്മ കൂട്ടുമ്പോൾ അത്രയും ബ്ലോക്കുകൾ നമ്മുടെ കരിയറിനും ഫിനാൻസിനും റിലേഷൻഷിപ്പിനും ബ്ലോക്ക്സ് വരും. അപ്പോൾ അതിൽ നിന്ന് കടക്കാനാണ് നമ്മൾ നോക്കുന്നത്. പിന്നെയും ബ്ലോക്ക് വരുമ്പോൾ അത് എളുപ്പമല്ല, എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ എല്ലാവരും അവനവനെ വിശ്വസിച്ച് കൂടുതൽ യൂണിവേഴ്സിനെ കൂടെ വിളിച്ച് ഓരോ സ്റ്റെപ്പും വെച്ച് ഗോ ഫോർവേഡ്. ഓക്കെ, നമ്മൾ നല്ലൊരു ശുദ്ധ ഹൃദയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എവിടെയും വീഴില്ല. നമുക്ക് താങ്ങായിട്ടൊരു സ്റ്റെപ്പ് യൂണിവേഴ്സ് വെച്ച് തരും. ഓക്കെ, അതാണ് എനിക്ക് എൻ്റെ ഈ ഒരു ജേണിയിൽ നിന്ന് മനസ്സിലായത്. ആരുമില്ലെങ്കിലും യൂണിവേഴ്സ് ഉണ്ടാവും. അതുപോലെ നമ്മളും തന്നെയാണ് കൂട്ടുണ്ടാവുക എന്ന് ഓരോ നിമിഷവും എനിക്ക് യൂണിവേഴ്സ് കാണിച്ച് തരാറുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ഇപ്പോൾ DM ആവും എൻ്റെ ലൈഫിൽ എന്നും ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഒരു സ്റ്റേജിൽ അവർ സെപ്പറേറ്റഡായി അവരുടെ ഭാഗത്തേക്ക് പോയി. അപ്പോൾ അതൊരു വലിയൊരു ക്ലാരിറ്റി ആയിരുന്നു എനിക്ക്. അപ്പോൾ ഐ ആം ഹാപ്പി വിത്ത് മൈ സെൽഫ്. അതെ, അപ്പോൾ നമ്മൾ നാച്ചുറലോടൊക്കെ അടുക്കുക, അതുപോലെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, ഇന്നർ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ലൈഫ് വിൽ ബി ബ്യൂട്ടിഫുൾ. ഓക്കെ, സോ താങ്ക് യു.